കേരള സർവകലാശാലയിൽ MBAയുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ 71 വിദ്യാർത്ഥികളുടെ ഈ പരീക്ഷ ഈ മാസം 7-ന് നടത്തുമെന്ന് സിൻഡിക്കേറ്റ്. അസൗകര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 22-ന് വീണ്ടും പരീക്ഷ നടത്തും. പരീക്ഷാ ഫലം 4 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും സിൻഡിക്കേറ്റ്. വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും സിൻഡിക്കേറ്റ് വ്യക്തമാക്കി. പരീക്ഷ ഏപ്രിൽ 7-ന് ഈ കുട്ടികൾക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് സർവകലാശാല തീരുമാനിച്ച് അതിൻ്റെ ഇൻറ്റിമേഷൻ കുട്ടികൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ അധ്യാപകൻ ICM പൂജപ്പുര എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ ഗസ്റ്റ് ലെക്ചററാണ്. അദ്ദേഹത്തെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പരീക്ഷാ ജോലികളിൽ നിന്നും ഡീബാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ സിൻഡിക്കേറ്റിനേക്കാൾ അധികരിച്ച് ഒരു നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ പരീക്ഷാ ജോലികളിൽ നിന്ന് ഡീബാർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽ, ഈ പരീക്ഷ ഒരു തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. അന്ന് അസൗകര്യമുള്ളവർക്ക് വീണ്ടും മറ്റൊരു തീയതി കൂടി നൽകിയിരിക്കുകയാണല്ലോ, കുട്ടികൾക്ക് കൂടുതൽ സൗകര്യാർത്ഥം എന്ന നിലയിൽ. ഈ അധ്യാപകനെതിരെ എന്തായിരിക്കും നടപടികൾ ഇനി ഉണ്ടാവുക? ഈ ഡീബാർ ചെയ്യൽ മാത്രമായിരിക്കുമോ? ഡീബാർ ചെയ്യൽ നടപടി മാത്രമാവില്ല, പോലീസ് കേസുകളും എന്തായാലും ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ ഈ മാർച്ച് 17-ന് സിൻഡിക്കേറ്റ് യോഗം എടുത്ത തീരുമാനം കർശനമായി നടപ്പിലാക്കുമെന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ ഈ യോഗത്തിന് ശേഷം നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഗുരുതര വീഴ്ച നടത്തിയ അധ്യാപകനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്തായാലും വൈസ് ചാൻസലർ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഈ വിഷയം എങ്ങനെയാണ് ഈ പ്രശ്നമുണ്ടായതെന്നും അതുപോലെ തന്നെ എന്ത് നടപടിയാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും അടക്കമുള്ള കാര്യങ്ങൾ പ്രതികരണത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ വൈസ് ചാൻസലർ മാധ്യമങ്ങളെ കാണുകയാണ്.